ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ 171ാമത് ജയന്തിയാണ് വരാൻ പോകുന്നത്. സെപ്റ്റംബർ 7-ാം തീയതി ലോകമെമ്പാടുമുള്ള ഗുരുദേവ ഭക്തന്മാരും ഗുരുദേവ വിശ്വാസികളും ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും തന്നെ അതൊരു വലിയ ഉത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത്. അങ്ങനെ ദേശത്തും വിദേശത്തുമായിട്ട് ഉള്ള ഭക്തരുടെ ഒരു ഓണാഘോഷത്തിൻ്റെ അപ്പുറത്തേക്ക് ഗുരുദേവ വിശ്വാസികൾക്ക് നമ്മുടെ കാണപ്പെട്ട ദൈവമായിട്ടുള്ള ആ ഗുരുവിൻ്റെ അവതാര ദിനം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി ആഘോഷിക്കുകയാണ്. അങ്ങനെ ആഘോഷിക്കുമ്പോൾ ഈ മഹാത്മാക്കളായിട്ടുള്ള പുണ്യചരിതന്മാരുടെ ജയന്തി നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് ഗുരുവിൻ്റെ ജയന്തിയൊക്കെ ഇത്രയും ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു? ആ ഗുരു നമ്മളിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ഒക്കെ ചെലുത്തിയ സ്വാധീനമുണ്ട്. ഒരാളെ വെറുതെ ആരും ആരാധിക്കുകയോ ജയന്തി ആഘോഷിക്കുകയോ ചെയ്യാറില്ല. നമ്മൾക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ ഗുരു, ആ ഗുരുവിനെ അറിയുന്തോറുമാണ് നമ്മൾ ആരാധിക്കുവാനായിട്ട് താമസിച്ചു പോയല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ആഘോഷിച്ചാൽ മതിയോ എന്നൊക്കെ നമുക്ക് അത്ഭുതം കൂറുന്നത് അപ്പോഴാണ്. കാരണം ഗുരുവിൻ്റെ കൃതികൾ പഠിക്കുമ്പോൾ, ഗുരുവിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ള ത്യാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവിടെയാണ് ആ പരമഗുരുവിൻ്റെ മഹത്വം. ഒരുപക്ഷെ ഇത്രമാത്രം ത്യാഗം സഹിച്ച് ഈ മനുഷ്യരാശിക്ക് ആകമാനം ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ച ഒരു പുണ്യചരിതനെ നമുക്ക് കാണാൻ പറ്റില്ല. ഗുരുവിൻ്റെ ദർശനം ഒരു രീതിയിലും ഒരു പഴുതുമില്ലാതെ, ഒരു ദോഷവുമില്ലാതെ, ഇത്രമാത്രം ആർക്കും എവിടെ നിന്നും എങ്ങനെയും അവർക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ അതിലൊരു മൈനസ് പോയിൻറ്റും കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ അതേ സമയത്ത് സ്വാർത്ഥമതികളായിട്ടുള്ള ഒരു മാനസിക വിഭ്രാന്തിയുള്ള പലരും ഗുരുവിൻ്റെ വാക്കുകളെടുത്ത് വളച്ചൊടിച്ച് പറയുന്നുമുണ്ട്. അത് രാക്ഷസന്മാരുടെ ബുദ്ധി അല്ലെങ്കിൽ പിശാചുക്കളുടെ ബുദ്ധി എന്ന് പറയും. അവരൊക്കെ ഇരുട്ടിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് ഈ പ്രകാശം എപ്പോഴും ഭയം ഉണ്ടാക്കുന്നതാണ്. രാത്രിഞ്ചരന്മാരെന്നാണ് അവരെ പറയുന്നത്. അവർക്ക് പ്രകാശത്തിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ അല്പപ്രാണികളായിട്ടുള്ള ജീവികളെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ പ്രകാശത്തിലേക്കാണ്, നമുക്ക് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കാണ് നമുക്ക് വേണ്ടുന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തെ നമുക്ക് കെട്ടിപ്പടുക്കേണ്ടതെങ്കിൽ, വ്യക്തിപരമായിട്ടുള്ള ഇത് മാത്രമല്ല, സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും അത്രമാത്രം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള, ജീവിച്ചു കാണിച്ചിട്ടുള്ള ആ ഗുരുവിൻ്റെ ദർശനത്തെ പഠിക്കുവാനുള്ള ഒരു സന്ദർഭവുമാക്കിയിട്ട് വേണം നമ്മളിതിനെ കാണുവാനായിട്ട്. ഒരുപക്ഷെ 100 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഗുരുവിൻ്റെ ശിവപ്രതിഷ്ഠ, അതിനുശേഷം ഗുരുവിൻ്റെ സമാധിയോടനുബന്ധിച്ച് ഗുരു ലോകത്തിന് നൽകിയ ശിവഗിരി തീർത്ഥാടന സന്ദേശം, അതിൻ്റെ 8 ലക്ഷ്യങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ എത്രയോ ദീർഘദർശിത്വത്തോടു കൂടിയാണ്
ഗുരു അതിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. 1928 ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നും ഗുരു ലോകത്തിന് ഉപദേശം കൊടുക്കുമ്പോൾ അന്ന് ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിട്ടില്ല, നമ്മുടെ ഭൗതിക ശാസ്ത്രം. അപ്പോൾ ഭൗതിക ശാസ്ത്രത്തെയും ഇത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടി കണ്ട് അവതരിപ്പിച്ച ആ പുണ്യചരിതൻ്റെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എത്രയോ തലങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ ഗുരുവിൻ്റെ ഈ 64ഓളം കൃതികൾ, അത് 3 ഭാഷകളിലാണ്. അതിൽ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കേണ്ട രീതികൾ ഉൾപ്പെടെ എത്രമാത്രം ശാസ്ത്രീയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെറും ആഘോഷങ്ങൾക്കപ്പുറത്തേക്ക് ഈ മഹിതമായിട്ടുള്ള ജീവിതവും ദർശനവും ഗുരുവിൻ്റെ കൃതികളിലൂടെ അത് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് വളർന്നു വരുന്ന തലമുറയെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും അത് ഇന്നത്തെ സമൂഹത്തിലെ സമ്മർദ്ദങ്ങളെ, മാനസികമായിട്ടുള്ള വിഭ്രാന്തിയെയും മാനസിക സമ്മർദ്ദങ്ങളെയുമൊക്കെ അതിജീവിച്ചു കൊണ്ടുപോകാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഔഷധമാണ്. തീർച്ചയായിട്ടും ആ ഗുരുവിൻ്റെ ഈ ജയന്തി അങ്ങനെ എല്ലാവർക്കും ആഘോഷിക്കുവാൻ പ്രാപ്തമാകട്ടെ. അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഏവർക്കും നമസ്കാരം.